വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 4th സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ കൾട്ടിവേഷൻ, കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് എന്ന സെക്കൻഡ് യൂണിറ്റിൽ കൾട്ടിവേഷൻ ടെക്നിക്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കൾട്ടിവേഷൻ? കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലക്റ്റഡ് ഏരിയ അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലാൻഡിൽ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന പ്രോസസ്സാണ് കൾട്ടിവേഷൻ. മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ഡ്രഗ്സിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇൻഡിജീനിയസ് പ്ലാന്റ്സ്. ഇൻഡിജീനിയസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാറ്റീവ് കൺട്രിയിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് ഇൻഡിജീനിയസ് പ്ലാന്റ്സ് എന്ന് പറയാം. നാച്ചുറലൈസ്ഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാറ്റീവ് കൺട്രിയിലല്ലാതെ സിമിലർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൊടുത്ത് ഒരു ഏരിയയിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നാച്ചുറലൈസ്ഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഡെറ്റൂറ സ്ട്രമോണിയം. അതിൻ്റെ ഒറിജിനൽ എവിടെയാണ്? യൂറോപ്പിലാണ്, പക്ഷെ അത് USA-യിലും ഗ്രോ ചെയ്യുന്നുണ്ട്. അതാണ് നാച്ചുറലൈസ്ഡ് പ്ലാന്റ്സിന് എക്സാമ്പിൾ. ഇനി നാച്ചുറൽ സോഴ്സസിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ സ്കേഴ്സിറ്റിയിലേക്ക് കാരണമാകുന്നുണ്ട്. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്ലാന്റ്സ് ആണെങ്കിലും കളക്ഷൻ സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് കോസ് ചെയ്യും. എന്ത് കാരണം? ഇൻക്രീസ്ഡ് ലേബർ കോസ്റ്റ്, അതല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിസ്ക് ഉണ്ട്, ഇംപ്രോപ്പർ കളക്ഷൻ ബൈ അൺസ്കിൽഡ് പേഴ്സൺസ് ഒക്കെ കാരണമാണ്. അടുത്തത്, ഈ ഒരു പ്രോപ്പർ കൾട്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ടുള്ള ഡിഫിക്കൽട്ടീസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ കൾട്ടിവേഷൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റെഗുലർ ആൻഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് റോ ഡ്രഗ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. കൾട്ടിവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ ആൻഡ് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഗുലർ ആയിട്ടുള്ള കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ഡ്രഗ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്കേഴ്സിറ്റീനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീൻ്റെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി, പ്യൂരിറ്റി, യൂണിഫോമിറ്റി ഒക്കെ അഷ്വർ ചെയ്യാൻ പറ്റും. ഹയർ ഈൽഡ് ഓഫ് ഡ്രഗ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസൈഡ് ക്വാളിറ്റിയിലുള്ള ഈൽഡിനൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഡിസീസ് ഫ്രീ ഡ്രഗ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ടുള്ള ഇപ്പോൾ ഫ്ലഡ്, അതായത് പ്രളയമോ അതല്ലെങ്കിൽ എന്താ പറയുക വരൾച്ച, എർത്ത് ക്വേക്ക്, ഭൂകമ്പം, സ്റ്റോംസ്, അതുപോലെ ചില ഡിസീസസിൻ്റെ സ്പ്രെഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബൾക്ക് ലോസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് കൾട്ടിവേഷൻ. എന്താണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. അടുത്തത് കൾട്ടിവേഷൻ ടെക്നിക്സ് ആണ്. കൾട്ടിവേഷൻ ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് ചോദിക്കാറുണ്ട്. 2 മെത്തേഡാണ്. സെക്ഷുവൽ മെത്തേഡ് ഉണ്ട്, അസെക്ഷുവൽ മെത്തേഡ് ഉണ്ട്. സെക്ഷുവൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സീഡ് മെത്തേഡ് അല്ലെങ്കിൽ സീഡ് പ്രൊപ്പഗേഷൻ എന്നും പറയും. സെക്ഷുവൽ മെത്തേഡിൽ മെയിനായിട്ട് നമ്മൾ സീഡ്സ് എന്നാണ് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സീഡ്ലിങ്സ് എന്ന് പറയാം. സോയിങ്ങിന് വേണ്ടിയിട്ട്, അതായത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള, ഇൻസെക്ട് ഫ്രീ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സീഡ്സ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജെർമിനേഷൻ ആവശ്യമുള്ളതാണെങ്കിൽ ഹൈലി ജെർമിനേറ്റഡ് സീഡ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീഡ്സിനെ കൂളായിട്ടുള്ള ഒരു ഡ്രൈ പ്ലേസിൽ വേണം സ്റ്റോർ ചെയ്യാൻ. ലോങ് ടൈം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് സമയം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ജെർമിനേഷൻ റേറ്റ് കുറയുന്നുണ്ട്. ഇനി സ്ലോ ജെർമിനേറ്റിംഗ് സീഡ്സിൻ്റെ ജെർമിനേഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാസ്റ്റർ സീഡൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കാം 24 hours. അതല്ലെങ്കിൽ ഹെം സീഡ്സ് ഒക്കെ ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇനി അങ്ങനെ വാട്ടറിനോടോ അല്ലെങ്കിൽ ഗ്യാസസിനോടൊക്കെ ഇംപെർമിയബിൾ ആയിട്ടുള്ള സീഡ്സ് ആണെങ്കിൽ സ്കാരിഫിക്കേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം. സ്കാരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് കോട്ടിനെ പാർഷ്യലി റിമൂവ് ചെയ്യുക. ഒന്നുകിൽ അബ്രാസീവ് മെത്തേഡ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ സീഡിൻ്റെ കോട്ടിനെ പാർഷ്യലി റിമൂവ് ചെയ്യാം. ഇനി ഡാർക്ക് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ ജെർമിനേഷൻ നടക്കാത്ത സീഡ്സ് ആണെങ്കിൽ യൂറിയ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തതാണ് സീഡ് ജെർമിനേഷൻ മെത്തേഡ്. ഇപ്പോൾ സെക്ഷുവൽ മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ വരുന്നതാണ് സീഡ് ജെർമിനേഷൻ മെത്തേഡ്. 3 മെത്തേഡാണ് നമുക്കുള്ളത്: ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്, ഡിബ്ലിംഗ് മെത്തേഡ്, സീഡ്ലിംഗ് മെത്തേഡ്. ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് ഭയങ്കര ചെറുതാണെങ്കിൽ, സീഡ്സ് ആർ വെരി സ്മോൾ, അതിന് നമ്മൾ എന്ത് ചെയ്യാം? പ്ലഫ്ഡ് സോയിൽ സർഫസിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിടുക. പ്ലഫ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഴുതുമറിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉഴുതുമറിച്ചിട്ടുള്ള ഒരു സോയിൽ സർഫസിൽ നമ്മൾ സീഡ്സ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സീഡ്സ് ഒരുപാട് ഡീപ്പായിട്ട് സോയിലിൽ പോകരുത്. അപ്പോൾ ലാക്ക് ഓഫ് റെസ്പിറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജെർമിനേഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സീഡ്സിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചില സീഡ്സ് നമ്മൾ സോയിങ് ചെയ്യുന്നതിന് മുൻപ്, വിതയ്ക്കുന്നതിന് മുൻപ് സോയിലുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്.
അടുത്ത മെത്തേഡാണ് ഡിബ്ലിംഗ് മെത്തേഡ്. ഡിബ്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് സോയിലിൽ കുറച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൽ സീഡ്സിനെ കുഴിച്ചിടുക. എക്സാമ്പിളാണ് ഫെനൽ അങ്ങനെയാണ് നമ്മൾ സോയിങ് ചെയ്യുന്നത്. അടുത്തത് സീഡ്ലിംഗ് മെത്തേഡ്. സീഡ്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സീഡ്സിനെ ജസ്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുക. അതിനുശേഷം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീഡ്ലിംഗ് ഡെവലപ്പ് ചെയ്യും. അതിൽ നിന്ന് പ്ലാന്റ് സീഡിൽ നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആ സീഡ്ലിങ്ങിനെ വേറൊരു സ്ഥലത്തേക്ക് ഫെർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. എക്സാമ്പിളാണ് ഡെറ്റൂറ. നമ്മൾ നോർമലി അങ്ങനെ ചെയ്യുമല്ലോ, ആദ്യം ഒരു ചെടി വിത്ത് കുഴിച്ചിട്ടിട്ട് ചെടി ഉണ്ടാവും. ആ ചെടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ചെടീനെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഫെർദർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി നടും. അതാണ് സീഡ്ലിംഗ് മെത്തേഡ്. അപ്പം 3 മെത്തേഡ്: ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്, ഡിബ്ലിംഗ് മെത്തേഡ്, സീഡ്ലിംഗ് മെത്തേഡ്. ഇനി ഈ സെക്ഷുവൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം അത് നിലനിൽക്കുന്നുണ്ട്, ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്ലാന്റ്സ് ഒക്കെ ഹെൽത്തിയർ ആയിരിക്കും, കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, ഈസിയാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. വെജിറ്റേറ്റീവ് മെത്തേഡ്സ് വഴി ഗ്രോ ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ്സിന് ഇത് സ്യൂട്ടബിൾ ആണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് നമ്മൾ ഒരുപാട് ഉണ്ടാവും എന്ന് പറഞ്ഞു, പക്ഷെ ആ ഫ്രൂട്ട്സ് ഉണ്ടാവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഗ്രോത്തും ഈൽഡൊന്നും യൂണിഫോം റേറ്റിലായിരിക്കില്ല. ഡിസീസസിനെയും പെസ്റ്റിനും നമുക്ക് റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല. ഡിസീസസും പെസ്റ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡായിട്ട് മാറും. ഇത്രയാണ് സെക്ഷുവൽ മെത്തേഡ്സിൽ വരുന്നത്. അടുത്തതാണ് അസെക്ഷുവൽ മെത്തേഡ്. അസെക്ഷുവൽ മെത്തേഡിൽ വരുന്നതാണ് നാച്ചുറൽ മെത്തേഡ്, ആർട്ടിഫിഷ്യൽ മെത്തേഡ്, ടിഷ്യൂ കൾച്ചർ മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ സെക്ഷുവൽ മെത്തേഡിൻ്റെ കേസിൽ നമ്മൾ സീഡ്സ് നിന്നാണ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ അസെക്ഷുവൽ മെത്തേഡിൽ ഏതെങ്കിലും പ്ലാന്റിൻ്റെ ഏതെങ്കിലും വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നാണ് നമ്മൾ പുതിയൊരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യുക. എക്സാമ്പിൾ സ്റ്റെം പോർഷനോ അല്ലെങ്കിൽ റൂട്ട് പോർഷനോ ഒക്കെ ആയിരിക്കും. നാച്ചുറൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള സ്റ്റെം, റൂട്ട്, കോൺ, ബൾബ്, റൈസോം എന്നൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് കട്ടിങ്. കട്ടിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. അതായത് പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ പ്ലാന്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അത് സോയിലിൽ ജസ്റ്റ് കുഴിച്ചിടുക. ഇപ്പം നമ്മൾ റോസിൻ്റെ കേസിലൊക്കെ ചെയ്യാറുണ്ട്. റോസിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കുമല്ലോ, വേറെ പ്ലാന്റായിട്ട് കുഴിച്ചിടും. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, റൂട്ട്സ് ഡെവലപ്പ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് എന്ത്, കട്ടിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റോസ് എന്നതിനൊരു എക്സാമ്പിളാണ്. അടുത്തത് ലെയറിംഗ് ആണ്. ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്ലാന്റിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് ഈസ് പാർഷ്യലി സ്പ്ലിറ്റ് ഫ്രം ദ മെയിൻ പ്ലാന്റ് ടു എക്സ്പോസ് ദ ഇന്നർ ടിഷ്യൂ. അതായത് ഇന്നർ ടിഷ്യൂസ് എക്സ്പോസ് ചെയ്യുന്ന രീതിക്ക് മെയിൻ പ്ലാന്റിൻ്റെ ഒരു പാർട്ടിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, പാർഷ്യലി സ്പ്ലിറ്റ് ചെയ്യുക. ആ സ്പ്ലിറ്റ് പോർഷൻ എന്താ, ഓപ്പൺ ആയിട്ട് തന്നെ വെക്കുക, ഒരു ടൂത്ത് പിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു വുഡൻ പീസിൻ്റെയോ സഹായത്തോടെ. എന്നിട്ട് ട്രെഞ്ചിൽ പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുക. അതിന്ന് അത് സോയിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ റൂട്ട് ഡെവലപ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് ഹോർമോൺസ് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളാണ് ലെമൺ, ഗോവ. അടുത്തത് ഗ്രാഫ്റ്റിംഗ് ആണ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ പ്ലാന്റിൽ നിന്ന് ഒരു ഭാഗം, ഒരു പീസിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അത് വേറൊരു പ്ലാന്റിൻ്റെ ഒരു കട്ട് പോർഷനിൽ പ്ലേസ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് വളർത്തുക. അവിടുന്ന് ഉണ്ടാവുന്ന പുതിയ പ്ലാന്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുക. അതായത് നമ്മളൊരു 2 പ്ലാന്റിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ മറ്റേ പ്ലാന്റിൻ്റെ കട്ട് ചെയ്ത പോർഷൻ്റെ അവിടെ കൊണ്ടുപോയി ചേർത്തി വെച്ചിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് അവിടുന്ന് പുതിയൊരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുക. എക്സാമ്പിളാണ് ഗ്രാഫ്റ്റിംഗ് ഓഫ് സിങ്കോണ ലെഡ്രിനെ ഇൻ സിങ്കോണ സുശ്രീ റുബ്ര. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. അടുത്തതാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്ലാന്റിൻ്റെ ബാർക്കിൽ ഒരു ടീ ഷേപ്ഡ് കട്ട് ഉണ്ടാക്കുക. ടീ ഷേപ്പിലൊരു കട്ട് ചെയ്യുക സ്റ്റോക്ക് പ്ലാന്റിൻ്റെ ബാർക്ക് പീസിൽ. എന്നിട്ട് ബഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബാർക്കിനെ അവിടെ ഇൻസേർട്ട് ചെയ്യാം. എക്സാമ്പിളാണ് സ്വീറ്റ് ഓറഞ്ച്. അടുത്ത മെത്തേഡാണ് ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് കെമിക്കൽ സബ്സ്റ്റൻസ്, ദിസ് ഇസ് എ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് സബ്സ്റ്റൻസസിനെ കെമിക്കൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട്. ഇത് മെയിൻലി ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ മാനുഫാക്ചറിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുക. അടുത്തതാണ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് പ്ലാന്റിൻ്റെ ടിഷ്യൂവിലോട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എക്സാമ്പിളാണ് എർഗോട്ടിൻ്റെ പ്രിപ്പഗേഷനൊക്കെ നമ്മൾ ആ മെത്തേഡാണ് യൂസ് ചെയ്യുക.
അടുത്തത് മൈക്രോ പ്രൊപ്പഗേഷൻ ബൈ അസെപ്റ്റിക് മെത്തേഡ്, അതായത് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവിട്രോ മെത്തേഡാണ്. അതായത് ഐസൊലേറ്റഡ് സെൽസോ അതല്ലെങ്കിൽ ടിഷ്യൂസോ ഒക്കെ ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ കൺട്രോൾഡ് കണ്ടീഷൻസിൽ ഒരു അസെപ്റ്റിക് എൻവയോൺമെൻറ്റിൽ ഗ്രോ ചെയ്യാം. ഒരു അസെപ്റ്റിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജേം ഫ്രീ ആയിട്ടുള്ള, അതായത് മൈക്രോ ഓർഗാനിസംസ് ഒന്നും വേറെ ഇല്ലാത്ത ഒരു എന്താ പറയുക നല്ലൊരു എൻവയോൺമെൻറ്റിൽ, അസെപ്റ്റിക് എൻവയോൺമെൻറ്റ് അറിയുമല്ലോ, അസെപ്റ്റിക് എൻവയോൺമെൻറ്റിൽ കൺട്രോൾഡ് കണ്ടീഷൻസിൽ ന്യൂട്രിയൻ മീഡിയത്തിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസിനൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ ഗ്രോ ചെയ്യുന്ന പ്രോസസ്സാണ് ടിഷ്യൂ കൾച്ചർ. അതിൻ്റെ പ്രിൻസിപ്പിളാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിളാണ്, അതായത് ആൻ ഐസൊലേറ്റഡ് സെൽ ഹാസ് ദ എബിലിറ്റി ടു ഗ്രോ ഇൻ ടു എ വോൾ പ്ലാന്റ്. ഓക്കെ, അത്രയാണ് ടിഷ്യൂ കൾച്ചറിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, എന്താണ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. കൾട്ടിവേഷൻ ടെക്നിക്സ് 2 ടൈപ്പ് ഉണ്ട്. സെക്ഷൽ മെത്തേഡ്, അതിൽ തന്നെ സീഡ് ജെർമിനേഷൻ മെത്തേഡ്, ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ്, ഡിബ്ലിംഗ് മെത്തേഡ്, സീഡ്ലിംഗ് മെത്തേഡ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. അസെക്ഷൽ മെത്തേഡിൽ നാച്ചുറൽ മെത്തേഡ്, ആർട്ടിഫിഷ്യൽ മെത്തേഡിൽ കട്ടിങ്സ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബെഡിങ്, ഫെർമെൻറ്റേഷൻ, ഇനോക്കുലേഷൻ. അടുത്തത് ടിഷ്യൂ കൾച്ചർ. ഇത്രയും പോർഷനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൾട്ടിവേഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. ഇതുപോലത്തെ ബിഫാം മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.